ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇതേപോലുള്ള റൈസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള റൈസാണ്, കോക്കനട്ട് റൈസാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയയ്ക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാൻ ഇവിടെ ബിരിയാണി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ, തേങ്ങയുടെ 2ാം പാലാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ എന്ന രീതിയിലാണ് ഈ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് റൈസാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നു നോക്കാം. അപ്പം ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ച ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബിരിയാണി റൈസ് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഈ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഇനി നമുക്കത് തുറന്ന് നോക്കാം. അത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം ഞാൻ അടുത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ ചേർക്കാവുന്നതാണ് കേട്ടോ. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഒരു 4 വറ്റൽമുളക്, 4 പച്ചമുളക് കീറിയെടുത്തത്, 1 സ്പൂൺ ഉഴുന്ന്, 1 സ്പൂണ് ചുവന്ന പരിപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പാറിൻ്റെ പരിപ്പ് ഇടാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം. ഇത്രയും കാഷ്യൂ നട്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് മൂത്ത് കിട്ടണം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്നും ഇതെല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ 1 കപ്പ് തേങ്ങയുണ്ട് കേട്ടോ, ചിരികിയ തേങ്ങ, അതിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കോക്കനട്ട് റൈസ് മാത്രം മതി, വേറെ കറികളൊന്നും വേണ്ട. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂപ്പിച്ചെടുക്കുന്ന കൂട്ടത്തിൽ 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ബ്രൗൺ നിറമാണ് കേട്ടോ, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. നമുക്കിനി ഈ റൈസിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എന്ത് എളുപ്പത്തിലാണെന്ന് അറിയാം, നമുക്കൊരു കോക്കനട്ട് റൈസ് റെഡിയാക്കി എടുത്തത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് അച്ചാർ കൂട്ടി വേണമെങ്കിലും കഴിക്കാം നമുക്ക്. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇത് ഒട്ടും കുഴഞ്ഞിട്ടില്ല. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള കോക്കനട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പം ഞാൻ ഇനി നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.